ശിവജ്ഞാന ബോധത്തിൻ്റെ മെയ്കണ്ഠദേവൻ പറയുന്ന അടുത്ത ആത്മബോധത്തെക്കുറിച്ചിട്ട് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. യാവയും തുനിയം സത്തെതിർ ആകലിൻ സത്തേ അറിയാതെ അസത്തിലത് അറിയാതെ ഇരുതിരൻ അറിവുള്ള ഇരുണ്ടലേ ആത്മാ. സത്തിനു മുമ്പ് എല്ലാം അസത്താണ്. സത്ത് അസത്തിനെ അറിയുന്നില്ല. അസത്ത് നിലനിൽപ്പില്ലാത്തതാണ്. അതുകൊണ്ട് അസത്തിന് സത്തിനെ അറിയാൻ കഴിയില്ല. സത്തും അസത്തുമല്ലാത്ത ആത്മാവാണ് സത്തിനെയും അസത്തിനെയും അറിയുന്നത്. അപ്പോൾ ആത്മാവാണ് സത്തിനെയും അസത്തിനെയും അറിയുന്നത്. അപ്പോൾ എല്ലാ സത്തും അസത്തും അറിയപ്പെടുന്നത് തന്നെ ആത്മാവ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആത്മാവിനാലല്ലാതെ മറ്റൊന്നുകൊണ്ടും സത്തിനെയോ അസത്തിനെയോ അറിയാൻ കഴിയില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ശാശ്വതമായിട്ടുള്ള അനാദിയായിട്ടുള്ള ഒന്നാണ് ശിവം. ആ ബ്രഹ്മം എന്താണെന്ന് നോക്കൂ. ഋഭുഗീതയിൽ അത് വിശദീകരിക്കുന്നുണ്ട്. സർവശാസ്ത്രങ്ങളിലും പ്രതിപാദിച്ചുള്ളതും പരമേശ്വരൻ എനിക്ക് ഉപദേശിച്ചെന്നുള്ളതുമായ ഈ അഹം ബ്രഹ്മഭാവനയെ നീ അനവരതം ചെയ്ത് ഭേദബുദ്ധിയെ അകറ്റി എപ്പോഴും ബ്രഹ്മസ്വരൂപനായി ഇരുന്നു കൊള്ളുക. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഋഭുമുനി നിദാകന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അല്ലയോ നിദാക, നീ ബ്രഹ്മസ്വരൂപമായ അകത്തെ വേണ്ട പോലെ അറിഞ്ഞ് അതിൽ ബ്രഹ്മസ്വരൂപനായി ഇരുന്നു കൊള്ളുക. ആത്മാവിൽ നിന്നന്യമായി അനാത്മാവില്ല. ആത്മാവിൽ നിന്നന്യമായി ബ്രഹ്മവുമില്ല. അതുപോലെ ബ്രഹ്മത്തിൽ നിന്നന്യമായി ആത്മാവുമില്ല. ആത്മാവ് തന്നെ ബ്രഹ്മമെന്നും ആ ബ്രഹ്മം തന്നെ ഞാനെന്നുള്ള അഹം ബ്രഹ്മജ്ഞാനത്താൽ നീ അഖണ്ഡ പരബ്രഹ്മമായി ഭവിച്ചിടുക. നീ ബ്രഹ്മമാണ്, ബ്രഹ്മം തന്നെയാണ് ഞാൻ എന്നുള്ള ആ പരമസത്യത്തിൽ ലയിച്ചിരിക്കുക. പരിപൂർണ സ്വരൂപനായ ബ്രഹ്മമല്ലാതെ ജഗത്ത് മുതലായവയില്ല. സർവവും ബ്രഹ്മമെന്നും അത് അഹമെന്നും അഹം അതെന്നും നിത്യവും ഭാവന ചെയ്ത് മനസ്സിനെ ജയിച്ച് ജ്ഞാനം നേടി സത്യജ്ഞാനാനന്ദ സ്വരൂപനായി ഭവിച്ചാലും, സർവവും ബ്രഹ്മമാണെന്ന് ബോധിച്ചാലും, ഉപനിഷത്തുകൾ നല്ലവണ്ണം പഠിച്ച് മനസ്സിലാക്കിയാലും ജഗദീശ്വരനായ പരമശിവന്റെ കരുണ ലഭിക്കാത്ത മൂഢന്മാർക്ക് അനാദിയായി തുടരുന്ന വാസനകളാൽ വീണ്ടും വീണ്ടും ദ്വൈതമായി അറിയുമെന്നല്ലാതെ എല്ലാം ബ്രഹ്മമാണെന്നറിയാൻ കഴിയുകയില്ല. അതിനാൽ പുത്ര, മുമുക്ഷുക്കൾ പരമേശ്വരൻ്റെ കൃപയെ തേടിക്കൊള്ളണം. അപ്പോൾ എല്ലാത്തിനും ഉപരിയായിട്ടുള്ളത് പരമേശ്വരൻ്റെ കൃപയാണ്. പരിശുദ്ധമായ വിഭൂതി ധരിച്ച് രുദ്രാക്ഷമാല മുതലായ ശിവചിഹ്നങ്ങൾ അണിഞ്ഞ് മഹാലിംഗത്തിന് നിയമാനുസൃതമായ അർച്ചനകൾ മുതലായവ ചെയ്ത് ധ്യാനം കൊണ്ടും ശമം ദമം മുതലായവ കൊണ്ടും പൂജിച്ച് പരമശിവന്റെ കരുണയാചിച്ചാൽ മാത്രമേ സർവവും ബ്രഹ്മമെന്ന് അറിയാനാവുകയുള്ളൂ. പരമമായ ഒരു സാധനയെക്കുറിച്ചിട്ട് പറയണം. നിയമാനുസൃതമായ അർച്ചനകൾ ശിവലിംഗത്തിന് ചെയ്തിട്ട് ശമം ദമം മുതലായവ ശീലിച്ച് പരമശിവന്റെ കരുണയാർജിച്ചാൽ മാത്രമേ സർവവും ബ്രഹ്മമെന്നറിയാനാവുകയുള്ളൂ.
ദിവ്യമംഗള സ്വരൂപനായ ഭഗവാൻ എഴുന്നള്ളി അരുളി ചെയ്ത ഈ തത്വത്തെ ഋഭുമുനി നിദാകന് ഉപദേശിച്ചു കൊടുത്തു. സർവജ്ഞനായ സ്കന്ദൻ പ്രസ്തുത നിർണയത്തെ ശ്രദ്ധയോടുകൂടി കേട്ട മഹാമതിയായ ജൈഗീഷ്യവനും അത്യന്തം കരുണയോടുകൂടി ഉര ചെയ്തു. നിർമ്മലമാനസരായ മുനിമാർക്ക് സർവവും അറിയുന്ന സുതമുനി ഉപദേശിച്ചു. എന്നും എവിടെയും ഏത് വസ്തുവുമായിരുന്നാലും അത് ബ്രഹ്മമാണെന്നും ആ ബ്രഹ്മം ഞാൻ തന്നെയാണെന്നുള്ള ഐക്യഭാവന ചെയ്ത് വികൽപ്പങ്ങൾ അകറ്റി പൂർണ്ണ ബോധമാർജിച്ചാൽ മുക്തി നേടാം എന്നരുളി ആനന്ദ താണ്ഡവമാടുന്ന ശിവൻ അഖണ്ഡ സ്വരൂപനായി വർത്തിക്കുന്ന ദർശനം നാം ഇതാ കാണുന്നു. അപ്പോൾ അഖണ്ഡ സ്വരൂപനായി ആനന്ദ താണ്ഡവമാടുന്ന ആ താണ്ഡവമൂർത്തിയെ നാം ഇതാ ഈ പദ്യത്തിൽ കാണുന്നു. അഗ്നിക്ക് ചേതനത്വം നൽകുന്നത് ബ്രഹ്മമാണ്. അത് അമ്പിളിക്ക് അമൃത് സമ്പാദിച്ചു കൊടുക്കുന്നു. വിശുദ്ധെ വീക്ഷിക്കുന്ന വിഭാകരൻ്റെ ചക്ഷുസുകൾക്ക് നിരീക്ഷണ ശക്തി നൽകുന്നത് ബ്രഹ്മമാണ്. അതിൻ്റെ കാന്തി കൊണ്ട് നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നു, സൂര്യൻ ദീപ്തി ചൊരിയുന്നു. അതിൻ്റെ പ്രഭാവം കൊണ്ട് തുഷ്ടിയോടെ സ്വൈരമായി ജീവചൈതന്യം വിശ്വമൊട്ടാകെ വിളങ്ങുന്നു. അത് ഉത്ഭവത്തിൻ്റെ ഉറവിടമാണ്, വിസ്തൃതിയുടെ വികാസമാണ്, പ്രതിഭാശാലിയുടെ പ്രതിഭാവിലാസമാണ്, ജീവൻ്റെ ജീവനാണ്, അന്തരംഗത്തിൻ്റെ ബോധക ശക്തിയാണത്. ബ്രഹ്മം കണ്ണിൻ്റെ കണ്ണാണ്, ബ്രഹ്മം കാതിൻ്റെ കാതാണ്, ബ്രഹ്മം നാക്കിൻ്റെ സംസാരശേഷിയാണ്, ബ്രഹ്മം പ്രാണൻ്റെ പ്രാണനാണ്, ബ്രഹ്മം ഗതിയുടെ പാദങ്ങളാണ്, ബ്രഹ്മം ക്രിയയുടെ കർത്താവാണ്, ബ്രഹ്മം ആകാശത്തിന് ആകാരം നൽകുന്നു, ബ്രഹ്മം സംഹാരത്തിന് സംഹരിക്കാനുള്ള കഴിവ് തരുന്നു, ബ്രഹ്മം ജലത്തിൻ്റെ ജലത്വമാണ്, ബ്രഹ്മം പ്രകാശമാണ്, പ്രകാശത്തെ പ്രകാശിപ്പിക്കുന്നത് ബ്രഹ്മമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് വായുവിൻ്റെ ശ്വാസോച്ഛ്വാസമാണ്. അപ്പോൾ നാം ശ്വസിക്കുന്ന ശ്വാസോച്ഛ്വാസം പോലും ബ്രഹ്മമാണ് എന്ന് തിരിച്ചറിയുക. ആകാശത്തിൻ്റെ സൂക്ഷ്മാകാശമാണ് ബ്രഹ്മം, സമ്പൂർണമായ സമ്പൂർണതയാണ് ബ്രഹ്മം. ചുരുക്കി പറഞ്ഞാൽ എല്ലാം നിലനിൽക്കുന്നത് ബ്രഹ്മം കൊണ്ട് മാത്രമാണ്. ബ്രഹ്മം എല്ലാറ്റിലും എല്ലാമാണ്. ഇതാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുത്ത ഏറ്റവും ദിവ്യമായ വചനം.